പക്ഷെ ഒരു കാര്യം പറയാം, ചില പഞ്ചായത്തുകൾ ഇപ്പോൾ MLA ബഹിഷ്കരിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു സമീപനം ചിലപ്പോൾ ആത്മഹത്യാപരമായിരിക്കുമെന്ന് അവർക്കറിയാത്തതല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് പറയാനും പറ്റില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് MLA വഴിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആനുകൂല്യം നേടിയെടുക്കാൻ കഴിയുക. അപ്പോൾ സഹകരിക്കാതിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ MLAക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? അപ്പം അതുകൊണ്ട് അവർ ആ നിലപാട് തിരുത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഞാൻ MLA എന്ന നിലയിൽ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളോട് പ്രത്യേകമായ വിരോധമോ പ്രത്യേകമായ മമതയോ സ്വീകരിക്കാൻ സന്നദ്ധമാകില്ല. പക്ഷേ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത്, വികസന കാര്യത്തിലൊരു സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നത് പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു സാമൂഹ്യ നീതിയുടെ ഭാഗമായിട്ട് കൂടി ഉള്ളതാണ്. അത്തരത്തിലുള്ള സമീപനം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ രീതിയിൽ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന അവർക്ക് ഗുണമല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ തിരുത്തുക എന്നർത്ഥത്തിലാണ് ആ കാര്യം പറഞ്ഞത്. അത് ഈ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണോ പെരിങ്ങോം മേഖല? അല്ല, അതെല്ലാം നമുക്ക് ബോധ്യമുള്ളതല്ലേ. പയ്യന്നൂർ 6 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി. അതിലൊരു പഞ്ചായത്ത് മാത്രമാണ് UDF ഭരിക്കുന്നത്, ബാക്കിയെല്ലാം LDF ഭരിക്കുന്നതാണ്. അത് ഇന്ന പഞ്ചായത്ത് നിന്നില്ല, ചിലർ സഹകരിക്കുന്നുണ്ട്. LDF ഭരിക്കുന്ന ചില പഞ്ചായത്ത് സഹകരിക്കുന്നുണ്ട്, ചില പഞ്ചായത്ത് സഹകരിക്കാത്തതുണ്ട്. അത് തിരുത്തണം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ആരെയും കുറ്റപ്പെടുത്താനല്ല. കഴിഞ്ഞ തവണയൊക്കെ ഈ മലയോര മേഖലയിലുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതൊക്കെ പെരിങ്ങോത്തൊരു MLA ഓഫീസിൻ്റെ ഒരു അനക്സ് ഉണ്ടായിരുന്നു. അത് ഇത്തവണ ഈ മലയോര മേഖല എവിടെയെങ്കിലും വരുമോ? ചെറുപുഴ പ്രതീക്ഷിക്കാമോ? വരും, എവിടെയെന്ന് തീരുമാനിച്ചിട്ടില്ല, വരും. അത് ചെറുപുഴക്ക് ആവശ്യമുണ്ട്, പാടിച്ചാലുകാർ ആവശ്യം പറയുന്നുണ്ട്, പെരിങ്ങോംകാർ ആവശ്യം പറയുന്നുണ്ട്. അതെവിടെ വേണം എന്ന് തീരുമാനിച്ച് ഈ മലയോരത്ത് ഒരു MLA സബ് ഓഫീസ് വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.